ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഇൻ ഹീപ്പ് എന്നുള്ള കൺസെപ്റ്റാണ്. ആദ്യം നമുക്ക് ഇൻസേർഷൻ നോക്കാം. അപ്പോൾ ഒരു ഹീപ്പിലേക്ക് നമ്മൾ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നമ്മളതിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇൻക്രീസ് ദ ഹീപ്പ് സൈസ് ബൈ 1. ഇപ്പോൾ ഉള്ള ഹീപ്പിൽ നമ്മളൊരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? അതിനൊരു സ്പേസ് കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ ഹീപ്പിൻ്റെ സൈസ് ഒരു വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ആ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്റ്റോർ ദ ന്യൂ എലമെൻറ്റ്. അപ്പോൾ ആദ്യം ഹീപ്പിൻ്റെ സൈസ് ബൈ 1 ആയിട്ട് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അവിടെ നമ്മൾ പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻസേർട്ട് ദ ന്യൂ എലമെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹീപ്പ്. ഹീപ്പിൻ്റെ അതായത് നമ്മളെ ഹീപ്പ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഈ പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ദിസ് ന്യൂലി ഇൻസേർട്ടഡ് എലമെൻറ്റ് മേ ഡിസ്റ്റോർട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹീപ്പ് ഫോർ ഇറ്റ്സ് പാരൻസ്. അപ്പോൾ നമുക്കറിയാം ഹീപ്പിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ മാക്സ് ഹീപ്പ് ആണെങ്കിൽ പാരൻറ്റ് മാക്സിമം ആയിരിക്കണം, മിനി ഹീപ്പ് ആണെങ്കിൽ പാരൻറ്റ് മിനിമം ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ പുതിയ ഒരു എലമെൻറ്റിനെ ഇങ്ങനെ ഒരു ഹീപ്പിൻ്റെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി അപ്പോൾ അവിടെ എന്തായി? ആ റൂള് വയലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇൻസേർഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീപ്പിഫൈ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹീപ്പിഫൈ ദിസ് ന്യൂലി ഇൻസേർട്ടഡ് എലമെൻറ്റ് ഫോളോയിങ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ താഴന്ന് മുകളിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിനെങ്ങനെ സ്വാപ്പ് ചെയ്ത് ഹീപ്പിഫൈ ചെയ്യണം. ഹീപ്പിൻ്റെ പ്രോപ്പർട്ടീസ് അതിൽ കൊണ്ടുവരണം. ഏതാണോ മിനിമം നിൽക്കേണ്ടത് അവിടെ മിനിമം വരാൻ പാടുള്ളൂ, എവിടെയാണോ മാക്സിമം വരേണ്ടത് അവിടെ മാക്സിമം ആക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻസേർഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സ്റ്റെപ്സിൽ നിങ്ങൾ അൽഗോരിതമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? സ്റ്റാർട്ട് എന്ന് എഴുതുക. സെക്കൻഡ് ലൈന് ഫസ്റ്റ് ഇൻക്രീസ് ദ ഹീപ്പ് ബൈ സൈസ് 1 സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്റ്റോർ ദ ന്യൂ എലമെൻറ്റ്. തേർഡ് പോയിൻ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് എഴുതുക. ഫോർത്ത് പോയിൻ്റ് ആയിട്ട് ഇത് എഴുതുക. ഫിഫ്ത്ത് പോയിൻ്റ് ആയിട്ട് സ്റ്റോപ്പ്. നമുക്കറിയാം ഒരു അൽഗോരിതം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്കെപ്പോഴും ഒരു സ്റ്റാർട്ട് ഒരു സ്റ്റോപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ? അപ്പോൾ അതേപോലെ കൊടുത്തിട്ട് എഴുതാം. അതല്ല നമുക്കൊരു പ്രോഗ്രാമിംഗ് രീതിയിലാണ് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഈ സ്റ്റെപ്സിന് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് എഴുതുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ 2 എക്സാമ്പിൾസാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇൻസേർഷന് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുക. ഹീപ്പ് എന്ന് പറയുന്നത് ഒരു മാക്സ് ഹീപ്പാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മാക്സ് ഹീപ്പാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് നോഡ് 10, പിന്നെ അടുത്ത അതിലേറെ ചെറുതാണ് 5, 3, 5-നേക്കാട്ടിലും ചെറുതാണ് അതിൻ്റെ ചിൽഡ്രൻ നോഡ്സ് 2, 4. അപ്പോൾ ഇതെന്താണ്? മാക്സ് ഹീപ്പാണെന്ന് മനസ്സിലായി. ഈ ഒരു ഹീപ്പിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പുതിയ എലമെൻറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തത് ചെയ്യുന്നത്. നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇൻസേർട്ട് ദ ന്യൂ എലമെൻറ്റ് അറ്റ് ദ എൻഡ്. നമ്മളറിയാം നമ്മൾ ഹീപ്പ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 3 എന്നുള്ളത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇൻസേർഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ 3 എന്നുള്ളതിന് ചൈൽഡ് നോഡ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഹീപ്പ് എന്ത് ചെയ്യുന്നത്? എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ എൻഡ് ആയ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ലെഫ്റ്റ് സൈഡിൽ പുതിയ ഒരു എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 15 ആണ്. ആ 15 അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ 15 അവിടെ ഇൻസേർട്ട് ചെയ്യുന്നതോട് കൂടി നോക്കുക ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്തു. കാരണം മാക്സ് ഹീപ്പിൻ്റെ പ്രോപ്പർട്ടിയിലല്ല നിൽക്കുന്നത്. 15 എന്നത് 3-നേക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പോൾ അവിടെ ആ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ബോട്ടം അപ്പ് അപ്രോച്ചിൽ നമ്മൾ ഹീപ്പിഫൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. 15 ഈസ് മോർ ദാൻ ഇറ്റ്സ് പാരൻറ്റ് 3 സ്വാപ്പ് ദം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്യുക പറഞ്ഞാൽ 3 ഉള്ളിടത്ത് 15 വരും, 15 ഉള്ളിടത്ത് 3 വരും. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പ് ചെയ്യുമ്പോൾ എന്തായി? 3ൻ്റെ പൊസിഷനിലേക്ക് 15 പോയി, 15ൻ്റെ പൊസിഷനിലേക്ക് 3 വന്നു. വീണ്ടും നമ്മൾ നോക്കുക. ഇപ്പോൾ മാക്സ് ഹീപ്പിലാണോ നിൽക്കുന്നത്? അല്ല. അപ്പോഴും എന്താ പ്രശ്നം? കഴിഞ്ഞ ഇത് നോക്കുകയാണെങ്കിലും 15-നേക്കാട്ടിലും ഗ്രേറ്റർ ആയിരുന്നു. ആ സ്ലൈഡ് കാണിച്ചു തരാം. 15-നേക്കാട്ടിലും ലെസ്സറാണ് ആര്? 10 റൂട്ട് നോഡിൽ പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 15 ആണ് 10ൻ്റെ പൊസിഷനിൽ നിൽക്കേണ്ടത്, 10 ആണ് താഴേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? വീണ്ടും സ്വാപ്പിങ് ചെയ്യണം. 15 ഈസ് എഗെയിൻ മോർ ദാൻ ഇറ്റ്സ് പാരൻറ്റ് 10 സ്വാപ്പ് ദം. അപ്പോൾ അതിനെ സ്വാപ്പ് ചെയ്തു. ഇപ്പോൾ എന്തായി? 15 10 അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെ വന്നു. അപ്പോൾ ഫൈനൽ ഹീപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഫൈനൽ ഹീപ്പ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഹീപ്പ് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാമത് വരച്ച് വെക്കുക കേട്ടോ. ലാസ്റ്റ് എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞിട്ട് അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. 15, 5, 10, 2, 4, 3 കണ്ടില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫൈനൽ ഹീപ്പിൽ ഇൻസേർഷൻ വന്നു കഴിഞ്ഞാൽ വരുന്നത്. ഇതൊരു എക്സാമ്പിളാണ്, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതും വളരെ ഈസിയാണ്. അതായത് 30 എന്നുള്ളൊരു എലമെൻറ്റ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ആദ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ 20, 15, 12, 4, 3 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ 30 എന്നുള്ള ഒരു എലമെൻറ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കി പിന്നെ കമ്പയർ ചെയ്തു. അതായത് ഹീപ്പിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക 30ഉം 12ഉം നോക്കുമ്പോൾ 12 ആണ് താഴെ വരേണ്ടത്, 30 ആണ് മുകളിൽ വരേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 12 താഴെ വന്നു, തേർഡ് ഡയഗ്രാം നോക്കുക, 30 മുകളിൽ വന്നു, വീണ്ടും 30ഉം, കാരണം മാക്സ് ഹീപ്പാണ് ഇതും, അതുകൊണ്ടാണ് അങ്ങനത്തെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 30ഉം 20ഉം നോക്കുമ്പോൾ റൂട്ടിൽ വരേണ്ടത് ഏതാണ്, 30 ആണ് എബവ് വരേണ്ടത്, 20 താഴെയാണ് വരേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അതും സ്വാപ്പ് ചെയ്തു. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താ, 30, 15, 20, 4, 3, 12 ഈ ഒരു രീതിയിലാണ് എന്ത് വന്നത്, നമുക്ക് മാക്സ് ഹീപ്പ് വന്നത്, ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ. ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ. അപ്പോൾ ഇൻസേർഷൻ, ഹീപ്പിൽ ഇൻസേർഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിലീഷൻ പ്രോസസ്സാണ്. ഡിലീഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റീപ്ലേസ് ദ റൂട്ട്. ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കുന്നത് റൂട്ടാണ്. ഓർ എലമെൻറ്റ് ടു ബി ഡിലീറ്റഡ് ബൈ ദ ലാസ്റ്റ് എലമെൻറ്റ്. നമ്മളതിനെ ഒഴിവാക്കുന്നു. ഡിലീറ്റ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഫ്രം ദ ഹീപ്പ്. ഹീപ്പിലെ ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സിൻസ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഈസ് നോ പ്ലേസ്ഡ് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ റൂട്ട് നോഡ്. ആ ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ആ ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് എവിടെയാണ്, റൂട്ട് നോഡിലാണ്. റൂട്ട് നോഡിനെ നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്തു, ലാസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് റൂട്ട് നോഡിലാണ്. സോ ഇറ്റ് മേ നോട്ട് ഫോളോ ദ ഹീപ്പ് പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ഹീപ്പ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. മാക്സ് ഹീപ്പാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഹീപ്പ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സെയിം എക്സാമ്പിൾ 10, 5, 3, 2, 4. അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് 10 എന്നുള്ള നമ്മളെ റൂട്ട് നോഡാണ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ വരിക, ലാസ്റ്റ് നോഡ് ഏതാണ്, ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നോക്കുക. ഇതിൽ ലാസ്റ്റ് 4 ആണ് ലാസ്റ്റ് എലമെൻറ്റ് അല്ലേ. അതായത് ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന ലാസ്റ്റത്തെ റൈറ്റ് സൈഡ് ചൈൽഡ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4ന് എന്ത് ചെയ്യുക, റീപ്ലേസ് ദ ലാസ്റ്റ് എലമെൻറ്റ് വിത്ത് റൂട്ട്. അപ്പോൾ നമ്മൾ 10നെ ഡിലീറ്റ് ചെയ്തു, 4 എന്നുള്ള എലമെൻറ്റിനെ റൂട്ട് നോഡിലേക്ക് കൊണ്ടുപോയി എഴുതി, എന്നിട്ട് എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ചെയ്യണം. അവിടെ 4 എഴുതിയാൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാക്സ് ഹീപ്പ് ആവുന്നില്ല. കാരണം അതിലേറെ ഗ്രേറ്റർ വാല്യൂ ആണ് 5 ചൈൽഡ് നോഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഹീപ്പിഫൈ ചെയ്തു റൂട്ടിനെ. അപ്പോൾ 4നെയും 5നെയും തമ്മിൽ സ്വാപ്പ് ചെയ്തു. അപ്പോൾ 5 മുകളിലേക്ക് വന്നു. അപ്പോൾ എന്തായി, ഫൈനൽ ഹീപ്പായിട്ട് 5, 4, 3, 2 എന്ന് കിട്ടി. ഇപ്പം എന്തായി, കറക്റ്റായില്ലേ. 10നെ റിമൂവ് ചെയ്യുകയും ചെയ്തു, ലാസ്റ്റ് എലമെൻറ്റിന് വെച്ചിട്ട് നമ്മൾ സ്വാപ്പിങ്ങും നടത്തി. നമുക്ക് ഫൈനൽ ഹീപ്പ് മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യാതെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം എക്സാമ്പിളിൽ ഒന്ന് പോയി നോക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം റൂട്ട് നോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. റൂട്ട് നോഡ് ഡിലീറ്റ് ചെയ്തു, ബ്ലാങ്ക് കണ്ടില്ലേ. അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ലാസ്റ്റ് നോഡ് 12 ആയിരുന്നു. ആ 12നെ നമ്മൾ റൂട്ട് നോഡിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അവിടെ എന്ത് ചെയ്തു, 20, 12ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഹയർ ആയിട്ട് വരുന്നത് ഏതാണ്, 20 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ഹീപ്പിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ 20, 15, 12, 4, 3 എന്നുള്ളത് വന്നു. അപ്പോൾ ഇതെന്താ, ഇപ്പോൾ നോക്കിയാൽ അത് മാക്സ് ഹീപ്പിൻ്റെ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്, ഫൈനൽ ഹീപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് നടക്കുന്നത്, ഡിലീഷൻ നടക്കുന്നത്. 30 എന്നുള്ള എലമെൻ്റാണ് കേട്ടോ നമ്മൾ റൂട്ട് നോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തായി, ഫൈനൽ ഹീപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് ഇൻസേർഷനും ഡിലീഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏതൊരു എലമെൻറ്റും നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവെക്കുക, അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും, ആ ഒരു പ്രോപ്പർട്ടി വയലേഷൻ വരും. അപ്പോൾ ലാസ്റ്റ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് കറക്റ്റായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഹീപ്പിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഹീപ്പിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻസേർഷനും ഡിലീഷനും. താങ്ക് യു.